ഈ സംവിധാനവുമായും കൊണ്ട് ഈ സംവിധാനത്തിൽ ഇപ്പം നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, അത്രമാത്രം കുട്ടികളാണ്. ഇനി നമുക്ക് ക്യാമ്പസുകൾ ഇനി ഒരുപാട് പുതിയ ക്യാമ്പസുകൾ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയൊരു സംവിധാനം, ഈ സംവിധാനം നിലക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നതിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ ഇന്ന് വരുമ്പോഴും മാഷോടും അത് പറഞ്ഞതാണ്, എല്ലായിടത്തും ഓടി നടന്ന് വിശ്രമജാത പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സലാം ബാക്കവി അവർ. അപ്പോൾ അവരുടെയൊക്കെ ഒരു പരിശ്രമം എന്ന് നമ്മൾ പറയുമല്ലോ, അങ്ങനെ ഏത് സമയത്തും ഈ സംവിധാനം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരു അറ്റം വരെ രാത്രിയിൽ പല ഉറക്കമൊഴിച്ച് യാത്ര ചെയ്ത് പല ക്യാമ്പസിൽ പോയി ആ നിലക്ക് ഈ സംവിധാനത്തിനെ വളർത്തിയെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു പോകാനപ്പെട്ടവർ. അപ്പോൾ അവരുടെയും അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനിപ്പോൾ അവരെ പേരൊന്നും എടുത്ത് പറഞ്ഞില്ല, സ്റ്റേജിലുള്ള പലരും അല്ലാത്തവരൊക്കെ അവരുടെയൊക്കെ വലിയ പരിശ്രമം കൊണ്ടിട്ടാണ് ഇത് ഇന്നലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെയധികം ജനങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ ജനങ്ങൾക്കൊക്കെ സ്വീകാര്യമായ ഒരു സംവിധാനമാണത്. അപ്പോൾ ഈ സംവിധാനവുമായും കൊണ്ട് ഈ സംവിധാനത്തിൽ ഇപ്പം നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, അത്രമാത്രം കുട്ടികളാണ്. ഇനി നമുക്ക് ക്യാമ്പസുകൾ ഇനി ഒരുപാട് പുതിയ ക്യാമ്പസുകൾ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് കുനിയിൽ ലഭിക്കപ്പെട്ട സ്ഥലം അത് 45 ഏക്കർ സ്ഥലമുണ്ട്. 45 ഏക്കർ സ്ഥലം അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തിനുള്ളിലായിട്ട് അതിന് രജിസ്ട്രേഷൻ നടക്കും. രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ സംവിധാനത്തിൻ്റെ ഒരു ക്യാമ്പസും അതിൻ്റെ എല്ലാം ഒരു എഡ്യൂസിറ്റിയൊക്കെ അവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനു വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് ഇതിനൊക്കെ വലിയൊരു ക്യാമ്പസ് വേണം, ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ടൊരു എഡ്യൂസിറ്റി സ്ഥാപിക്കപ്പെടണം. അങ്ങനെ ഇതിൻ്റെ ഇതിൻ്റെ കീഴിലുള്ള എല്ലാ കോഴ്സുകളും, ഇതിലൊരുപാട് കോഴ്സുകളുണ്ട്, വെറും ശരിയ മാത്രമല്ല, ശരിയ പ്ലസ് മാത്രമല്ല, ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ പഠിപ്പിക്കപ്പെടണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഡിവൈഡ് ചെയ്തുകൊണ്ട് സ്ത്രീകൾക്കുള്ളൊരു ക്യാമ്പസ് വേറെ, പുരുഷന്മാർക്കുള്ള ക്യാമ്പസ് വേറെ, അവർക്കുള്ള അതിനോട് ബന്ധപ്പെട്ട ഓഫീസുകൾ രണ്ടും, അങ്ങനെ ആ നിലയ്ക്ക് വലിയൊരു സംവിധാനമാണ്. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പ്ലാനൊക്കെ തയ്യാറായിക്കൊണ്ടിട്ടുണ്ട്. അതിൽ മസ്ജിദുകളുണ്ടാവും, ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് കുട്ടികളാവുന്ന നിങ്ങളോട് പറയാനുള്ളത്, ഈ ഇൽമിനെ സംബന്ധിച്ച് മഹാന്മാർ വിശേഷിപ്പിക്കപ്പെട്ടുള്ളത് അത് ബഹുമാനപ്പെട്ട നമ്മളെ ഉൾക്കൊള്ളി മൊയ്തീൻ സാഹിബ് MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വിശേഷിപ്പിക്കപ്പെട്ടത് അത് യഥാർത്ഥത്തിൽ ഇൽമ് അത് ഇന്നമാഹുവ ദീനുക്ക്, അതിന് എൻ്റെ ദീനാണ് ഇൽമ് എന്നുള്ളത്. അതുകൊണ്ട് ഈ ഇൽമ് നമ്മൾ ആരിൽ നിന്നാണ് ഇൽമ് പിടിക്കേണ്ടത്, അഭ്യസിക്കേണ്ട ആ ഉസ്താദിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ ആ അധ്യാപകൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെ ആവണം, ഇത് എവിടെയാണ് ഇത് കൊണ്ടുപോയി അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് അവതരിപ്പിക്കപ്പെടുന്ന സ്ഥലവും അതിന് അർഹതയില്ലാത്ത സ്ഥലത്ത് കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടാൽ അത് അക്രമമായിരിക്കും. അതുകൊണ്ടാണ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല